ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ല ഞങ്ങൾ പുഴയൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇന്ന് പുഴയൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ കുക്കിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് വേഗം അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞാണ്ട് പുഴയ്ക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുഴ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പുഴ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചില കൂട്ടുകാർക്ക് ഈ പുഴ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുഴ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടും കുറേ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാനും പുഴയ്ക്ക് അങ്ങനെ പോകലില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ ഐഫക്കുട്ടി മദ്രസക്ക് വിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുഴയ്ക്ക് പോന്നിട്ടുണ്ടെങ്കിൽ. ആകാശമൊക്കെ കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ പുഴയത്തെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. ഐഫക്കുട്ടി മദ്രസക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുഴയ്ക്ക് പോന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും വെള്ളത്തിൻ്റെ തണുപ്പ് നല്ല തണുപ്പാണ്, നല്ല വെയിലും ഉണ്ട്, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തുണികൾ അലക്കാനുള്ളതൊക്കെ വേഗം അലക്കി കുറച്ച് സോപ്പും കൂടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതൊക്കെ ഇങ്ങനെ കല്ലുമ്മൽ അലക്ക് സോപ്പൊക്കെ തേച്ചാണ്ട് അങ്ങനെ അലക്കാണ്ട് കരുതിയിട്ട് അതൊക്കെ അങ്ങനെ അലക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതൊരു സുഖമാണ് കേട്ടോ അങ്ങനെ പുഴയിൽ നിന്ന് തുണികൾ അലക്കൽ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പുഴയിൽ നിന്ന് തുണികൾ അലക്കൽ. ഫസ്റ്റൊക്കെ എന്നെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഇവിടെ നമ്മളെ വീട്ടിൽ കിണറൊന്നുമില്ല കേട്ടോ. അന്ന് പുഴയിലൊക്കെ വന്ന് നമ്മൾ അലക്കി അങ്ങനെ ശീലമായതാണ്. അല്ലാതെ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും പുഴയൊന്നുമില്ല കേട്ടോ. പുഴയ്ക്കൊക്കെ പോരണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ടൊക്കെ പോരണം. ഇപ്പോൾ പിന്നെ വണ്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന് തുണികൾ വെച്ചാൽ നമുക്ക് അങ്ങനെ നടക്കൊന്നും വേണ്ടല്ലോ, എത്തിക്കൊണ്ടുപോകൊന്നും വേണ്ടല്ലോ. ഇതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റേക്കാരം, നമുക്ക് പിടിച്ചു കൊണ്ടുപോകാനൊക്കെ ഗതികേടേക്കാരം. അപ്പം എന്തായാലും വണ്ടിമേലൊക്കെ വെച്ചാണ്ട് അങ്ങനെ കൊണ്ടുവന്ന് അലക്കിയാണ്ട് പോവാമല്ലോ. അപ്പം സുഖമാണ് കേട്ടോ, എളുപ്പം കഴിയുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്കും തന്നെ ഒരു ബീച്ചിക്ക് പോണ പോലെ ആയും ചെയ്ത്. നമ്മൾ കുട്ടികളെ ബീച്ച് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഓർക്ക് ഇതൊക്കെ തന്നെയാണ് ബീച്ച്. പുഴയിൽ വന്നാണ്ട് കുളിച്ച് പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിൻ പുറത്തേരെ ബീച്ച് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വെള്ളം കണ്ടില്ല നിങ്ങൾ, നല്ല തെളിഞ്ഞ വെള്ളം. അതേപോലെ ആകാശത്തേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാണുമ്പോൾ. അങ്ങനെ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ അതാ വിറക് കണ്ടോ, ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ പെറുക്കി കൂട്ടിയതാട്ടോ. ഈ പുഴയിൽ വെള്ളം വരുമ്പോഴേ വിറക് വന്ന് ഇങ്ങനെ മാട്ടുമലൊക്കെ വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ പെറുക്കി കൂട്ടി വെച്ചിട്ട് ഒരു വണ്ടിക്കൊക്കെ കൊണ്ടുപോകാനാകുമ്പോൾ അങ്ങനെ ഒരു കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് ആൾക്കാർ കുറേ വിറക് പെറുക്കി കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ചാക്കിലും പിന്നെ ഇങ്ങനെ ആ വഴീൻ്റെ അരിക്ക കൂടെയൊക്കെ പെറുക്കി ഇതാക്കി വെച്ചിട്ടുണ്ട്. നല്ല വിറക് കാരണം കാട്ടുന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്ന വിറകല്ലേ. അപ്പോൾ തുണികളൊക്കെ അലക്കി പുഴയിൽ നിന്നൊക്കെ പോന്നു കേട്ടോ. പിന്നെ വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. അപ്പം ഇനി മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ട. ചോറൊക്കെ ആയിട്ടുണ്ട്, ചോറൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. ബീഫും വാങ്ങിനി, ബീഫ് കഴുകി വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ ചോർന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് വേഗം അടുപ്പത്ത് വെക്കണം. അപ്പം ഇന്ന് കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് വെക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി കുറച്ച് അധികം വേണം. ചെറിയ ഉള്ളി തൊലി കളയാനാണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ മഞ്ജുമോൾക്ക് എടുത്ത് പോയിന് കേട്ടോ ചെറിയ ഉള്ളി. കുറച്ചൊക്കെ ഓള് തൊലി കളഞ്ഞ് വെച്ചിക്കണ്, വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ. അപ്പോൾ ഇനി അത് മതിയെന്ന് വിചാരിച്ച് ഞാനും. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് സവാള ചേർക്കണില്ല, വെറും ചെറിയ ഉള്ളി മാത്രമേ ചേർക്കണുള്ളൂ. സവാളനെക്കാട്ടിലും ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. സവാള ചേർത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലേ ബീഫൊക്കെ വെക്കുമ്പോൾ. അങ്ങനെ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുക്കറിലിട്ട് ബീഫ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം അതേപോലെയാണ് കേട്ടോ ഉണ്ടാക്കൽ. എനിക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നല്ല കായം പോലെ കിട്ടും കേട്ടോ ബീഫ്. അപ്പം ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അളവൊന്നും ഞാൻ പറയണില്ല. ഞാൻ ഇപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തുക്കണത്. അപ്പം അളവൊക്കെ നമ്മളെ എത്ര നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാൻ കറക്റ്റ് അളവൊന്നും പറയണില്ല. അങ്ങനെ മസാലപ്പൊടികളൊക്കെ എണ്ണയിലിട്ട് നല്ലോണം വഴറ്റിയെടുത്ത് നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇനി നല്ലോണം വഴറ്റിയെടുക്കൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അതിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കും. പിന്നെ നമുക്ക് ബാക്കി ഇനിയിപ്പോൾ ബീഫ് വേകുമ്പോൾ അതിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. അപ്പം അതായിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു. ഇനി കുക്കർക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് ഞാൻ പുഴയ്ക്ക് പോണതിൻ്റെ മുന്നേ കഴുകി വെച്ചതുകൊണ്ട് വെള്ളമൊക്കെ നല്ലോണം ചോർന്ന് വന്നിട്ടുണ്ട്. അപ്പം വേഗം കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വഴറ്റി വെച്ച മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ചട്ടി ഒന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളമായി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഈ മാസത്തെ ഗിവ് അവേ വിന്നറെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുക്കണതേ
നല്ല തിരക്ക് പിടിച്ചൊരു സമയത്താണ് കേട്ടോ. ഇന്ന് രാവിലെ റിച്ചുമോനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ വൈകുന്നേരം പന്തളിക്കാൻ പോയാണ്ട് കയ്യിന് പൊട്ടുണ്ട്, നല്ല വീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ പൊട്ടുണ്ട്. അപ്പോൾ കയ്യിന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് വന്ന് സമയം ഒരുപാട് ആയിക്കണം കേട്ടോ. 12:30 ആയിക്കണം വീട്ടിലെത്തിയപ്പം. പിന്നെ 1 മണിക്ക് ഞങ്ങൾക്ക് റിവ്യൂ മീറ്റിംഗ് ആണ്. അപ്പോൾ ചോക്കാട് പഞ്ചായത്തിലെത്തണം എനിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഗിവ് വിന്നർ തിരഞ്ഞെടുത്തിട്ടൊന്നുമില്ല. ഇന്ന് തിരഞ്ഞെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ കൽപ്പിച്ചു കൂട്ടി നീട്ടിക്കൊണ്ടുപോവാണെന്ന്. അതല്ല കേട്ടോ, ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട്. ഇതാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ ഒക്കെ ഓപ്പൺ ആക്കി YT സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഗിവ് വിന്നർ തിരഞ്ഞെടുക്കൽ. അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യലുണ്ട്. അപ്പം അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പുഴയിൽ നിന്ന് കൊണ്ടുവന്ന തുണികളൊക്കെ ഉണ്ടായിനി തോരയിടാൻ. അപ്പോൾ അതൊക്കെ തോരയിടാണ്. തുണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് അലക്കാൻ. ഇത്രയൊന്നും അല്ല. ഈ സ്റ്റാൻഡുമ്പോൾ പിന്നെ കുട്ടികളെ ചെറിയ ഡ്രസ്സ് ചെറിയ ഐറ്റംസൊക്കെ അയിമിടും. അല്ലാത്തൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അയലുമലൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി തൂക്കിയിട്ടുണ്ട്. പിന്നെ മുറ്റൊന്നും നോക്കണ്ട കേട്ടോ, മുറ്റൊക്കെ ഇപ്പോൾ കാടായിട്ടുണ്ട്. മുറ്റനി ഇൻഷാ അല്ലാ ഒഴിവിട്ടിട്ട് വേണം നന്നാക്കാൻ. എത്ര എളുപ്പം ആ പുല്ലെന്ന് അറിയണമെന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, കാടൊക്കെ വെട്ടിയിട്ട് പുല്ലൊക്കെ പറിച്ചിട്ട് മുറ്റൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുല്ലെറിക്കാനൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ 1 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നല്ലോണം വലുതേക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. മുറ്റം അങ്ങനെ നിറഞ്ഞ് പുല്ലൊക്കെ നിറഞ്ഞ് കടന്നാൽ തന്നെ ഒരു സമാധാനക്കേടാ അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഒക്കെ ഒന്ന് വെട്ടി തെളിച്ച് നന്നാക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ ഇനിയോ. ഇപ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ തുണികളൊക്കെ തോരട്ട് പിന്നെയും കിച്ചണിക്ക് വന്നു കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കണം. കറി സിമ്പിൾ കറിയാണ് ഉണ്ടാക്കണത്. ഞാൻ മോരുണ്ടാക്കിയതുണ്ടേനും. അപ്പോൾ അത് കാച്ചെടുക്കാമെന്ന് വിചാരിച്ച് വേഗം കുറച്ച് മോരെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഒരു ചട്ടി വെച്ചാണ്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഉലുവയും നല്ല ജീരകമൊക്കെ ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ജാറിലിട്ട് അടിച്ച് വെച്ച ആ മോരുണ്ടല്ലോ അതേക്കാണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല പുളിയാണ് കേട്ടോ ഈ മോര്. ഇത് നമ്മൾ ഉണ്ടാക്കണതുകൊണ്ടേ നല്ല പശുവും പാലിൽ ഉണ്ടാക്കണ മോരാണ്. അപ്പം നല്ല പുളിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഈ മോര് കറി അല്ലെങ്കിലും അങ്ങനെയാണ്, കുറച്ച് വെള്ളം പോലെ ലൂസായിട്ടുള്ള കറിയേക്കാരം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാലും ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ മോര് കറിയൊക്കെ ആയി. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ചട്ടിയാണ് കഴുകി വെക്കാമല്ലോ. ഞാൻ ഈ കറി ഒഴിച്ച പാത്രത്തിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ചെറിയ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ലിങ്കൊന്നുമില്ല. നല്ല പാത്രങ്ങളാണ് കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഇതേപോലെ മാറ്റി വെക്കാനൊക്കെ നല്ലതാണ്. അപ്പം കറിയൊക്കെ പാത്രത്തേക്ക് ആക്കിയൊക്കെ അടച്ചു വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ബീഫൊന്ന് തുറന്നു നോക്കിയതാട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വറ്റിച്ചെടുക്കുമ്പോഴാണ് ബീഫ് ടേസ്റ്റും കൂടുക. അതേപോലെ തന്നെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ നമ്മൾ മസാലയൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ടല്ല ഉണ്ടാക്കിയത്, സവാളയും ചെറിയ ഉള്ളിയൊക്കെ. അപ്പോൾ പിന്നെ ഇതിക്കിനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് അങ്ങനെ സവാളയൊന്നും ഞാൻ ഇട്ട് കൊടുക്കണോ വഴറ്റണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു കടായിക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി തുറന്ന് വെച്ചാണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. എളുപ്പം വെള്ളം വറ്റി കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ മതി. പിന്നെ ബീഫ് വെന്തും ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പച്ച വെളിച്ചെണ്ണ തീക്ക് ഒഴിച്ചു കൊടുത്ത വീഡിയോയിൽ കണ്ടിട്ടില്ല, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ കുറേ വെള്ളമല്ലേ ഇനിയോ. അപ്പം കുറേ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുരുമുളക് പൊടി പിന്നെ ഇപ്പം ചേർത്തിട്ടില്ല കേട്ടോ. നല്ല കറുത്ത കളറായിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ ബീഫത്തെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കപ്പൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അല്ലെങ്കിലും ബീഫും ചിക്കനൊക്കെ ഉണ്ടാകുമ്പോഴേ ചോറ് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആണ് ആർക്കാണെങ്കിലും, മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ കേട്ടോ. എനിക്ക് പിന്നെ മീനാണെങ്കിലും ഇഷ്ടമാണ്. കുട്ടികൾക്ക് മീനിനോട് വലിയ താല്പര്യമില്ല. ബീഫും ചിക്കനൊക്കെ ആണെങ്കിൽ വേഗം വരും കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ ചിഞ്ചുമോളും ഇവിടെ ചോറ് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്ത് കുറച്ച് മോരുകറിയും ബീഫും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓള് കഴിച്ച് നോക്കിയാണ്ട് ഉമ്മച്ചിയെ ബീഫും മോരുകറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ മറ്റവർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ ഞാനും ചോറൊക്കെ കഴിക്കുകയാണ്. ഞാനും ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഉപ്പാൻ്റെ വിശേഷങ്ങളൊക്കെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഉപ്പാക്ക് അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറവുണ്ട്.
ഉപ്പാനെയും കൊണ്ട് ഇനി ബുധനാഴ്ച പോകണം ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ വൈകുന്നേരം എന്നും ഞങ്ങൾ പോകും കേട്ടോ വീട്ടിലേക്ക്. അസർസ്കാരമൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ആ സമയത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും രാത്രിയെങ്കിലായിട്ട് പനടുത്ത് പോവാത്ത ദിവസങ്ങളിൽ ഇല്ല കേട്ടോ, അധിക ദിവസം നമ്മൾ പോവലുണ്ട്. അങ്ങനെ പിന്നെ ചോറൊക്കെ തിന്ന് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തൊക്കെ ചെയ്ത്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടേ ഈ വീഡിയോ എടുത്തന്ന് ഞായറാഴ്ചയാണ്. അപ്പം അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് നേരം കിടന്നുറങ്ങിട്ടോ. അപ്പോൾ ഉറങ്ങിയൊക്കെ നീച്ചപ്പോൾ മക്കൾക്ക് ചായയും കടിയും വേണം പറഞ്ഞപ്പോൾ ബ്രെഡ് ഉണ്ടായിനി. ബ്രെഡ് കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കി, ചായയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ വൈകുന്നേരം തറവാട്ടിക്കും പോയി. പിന്നെ മരുമസ്കാരമൊക്കെ അവിടെ നിന്നാണ് കേട്ടോ. പിന്നെ രാത്രിയാവും ചിലപ്പോൾ വരണമെങ്കിൽ, മക്കൾക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവും. അപ്പം ഓരോ പഠിപ്പ് മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തിന് ഇങ്ങോട്ട് പോരും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസങ്ങളും കടന്നു പോണത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.